ഹലോ, നമ്മളെവിടെയാടി? സെപ്റ്റൻ പാർക്ക്, ലിവർപൂൾ. ഇവിടെ എന്താ പ്രത്യേകിച്ച് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കുളം, കുറേ മരം, പിന്നെ വേണ്ട കുരുത്തക്കേട് കാണിച്ച് നടക്കുന്ന രണ്ട് പിള്ളേർ. കണ്ടോ? ഇപ്പോൾ ഫോൺ താഴെ പോയാലേ രണ്ടെണ്ണം, ഒരെണ്ണം പുറകെ വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൽ ഞങ്ങളുടെ വ്യൂ കാണിക്കാം കേട്ടോ. ഇതാണ് മുന്നിലത്തെ വ്യൂ. അവിടെല്ലാം ആൾക്കാർ നിന്ന് മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കാണിക്കാമേ. അവരിങ്ങനെ ചൂണ്ടയൊക്കെ ഇട്ട് അവിടെ മീൻപിടുത്തം പരിപാടിയൊക്കെയാണ്. ഈ സൈഡിലും ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാ ടൈപ്പ് കിളികളുമുണ്ട്. സീകളുണ്ട്, താറാവുണ്ട്. അരയന്നത്തിനെ കണ്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരെണ്ണം കുട്ടി അരയനാണെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടുത്തെ ഒരു മെയിൻ സമ്മറിൽ ഈ ഒരു നടപ്പാണ് ഇവിടുത്തെ ഒരു വൈബ്. അപ്പം അങ്ങനെ അങ്ങോട്ട് പോവാം. പിന്നെ ആകെയുള്ളൊരു ടാസ്ക് ഇത് രണ്ടെണ്ണത്തിനെ മാനേജ് ചെയ്തുകൊണ്ട് പോകാന്നുള്ളതാണ്. എന്തായാലും വലി അതിന് ഇടയ്ക്കൂടെ വരണം. കമോൺ ലെറ്റ്സ് ഗോ. വെള്ളത്താറാവ് എന്ത് പരിപാടിയാണ്? മീൻ പിടുത്തോ? മറ്റേ കൊള്ളാം. ഹലോ, പോയിനടാ നിന്റെ പാട്ടിരുന്ന അത് പറയുന്നത്. ഇതുണ്ടോ വെള്ളത്തിന് നടുക്ക് കൂട് കുട്ടിയൊക്കെ നേരം കണ്ടിട്ടുണ്ടോ? അരയന അങ്ങല്ലേ പോന്നേ, അത് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. ഷാല ഇവിടെ ഭയങ്കര ഡോറാബുജി കമൻട്രി ആയിരുന്നു, പക്ഷേ ഇപ്പോൾ കഴിഞ്ഞു. അന്നേരം എനിക്ക് ക്യാമറ എടുക്കാൻ പറ്റിയില്ല. നിർത്തിക്കളഞ്ഞു. അങ്ങനെ നമ്മൾ അരയന്നത്തിനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടാ. അരയന്ന ബ്രെഡ് കഴിക്കാൻ വരുക. എന്നാ സെറ്റപ്പ് നോക്കി. ദേവസേനയുടെ വണ്ടി പോലുണ്ട്. അവിടെ ഒരു കൂടുണ്ട്. അത് പറ്റിച്ചാണ്ടല്ലോ. അത് എന്നാ ഗ്ലാമറ നോക്കി. അതുകൊണ്ട് ആ മരത്തിലൊരു കിളി ഇരിക്കുന്ന നോക്കി. ആ മരത്തിലോ ഇരിക്കുന്നുണ്ടോ? ഇരിക്കുന്നുണ്ടോ മരത്തിന് മണ്ടയ്ക്ക്? തടിയുടെ കളറാ. മേളി ആണല്ലേ? മേളി നോക്കി, മേളി ഒരു കൊച്ചു വെള്ളച്ചാട്ടം. ഓ മൈ ഗോഡ്. പൂമരം എല്ലാം ഉണങ്ങിപ്പോയി. പിന്നെ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ വേലിയില്ലായിരുന്നു കേട്ടോ. അവിടെ ചെയ്യുന്നത് ഇഷ്ടം പോലെ. അത് വാടി വൈകുന്നേരം ഈ വെയില് ഫുള്ള് വെയിലല്ലായിരുന്നോ? ഇത് ഈ ചെടി സത്യത്തിൽ എന്തോ ബ്ലോസം. എന്നൊക്കെ എങ്ങനെ മര്യാദക്ക് എടുക്കടാ. എന്തോ ഇത്? ഓ ഇത് അങ്ങനെ പൊങ്ങി നിൽക്കുകയാണെങ്കിൽ മണ്ടയ്ക്കകത്ത് ഇത് മാത്രം വെച്ചെടുക്കാം. അതോടി അത് റിസ്കാ. എടി പൊക്കടേ, അപ്പൊ മേളവശം മാത്രം എടുക്കാം. നീ അവളെ നോക്ക്. അങ്ങനെ ഇപ്പം ഇങ്ങനെ എടുത്താൽ നല്ലതായിരിക്കും. അങ്ങനെ വൻ ഫോട്ടോഷൂട്ടിന് ശേഷം ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടക്കുക. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഒരു ഐസ്ക്രീം വാങ്ങിക്കുക എന്നുള്ളതാണ്. ഡബിൾ ലെയർഡ് ഒരു സിംഗിൾ ലെയറെങ്കിലും കിട്ടിയാൽ ഞാൻ സന്തോഷവാനായി. ഡബിൾ ഡോർ എന്ന് പറഞ്ഞു. ഓ കറക്റ്റായി. ഇവിടെ പൊതുവെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വലിയ പുത്തരിയല്ല, എന്നാലും കാണിച്ചതേ ഉള്ളൂ.
ഇതുണ്ടോ ഇവിടെ മറ്റേ വേലിയില്ലാതെ നല്ല സെറ്റായിട്ട് നിൽപ്പുണ്ട്. അടിപൊളിയല്ലേ പോകാൻ. ഞങ്ങളുടെ ഭാഗത്തോട്ടൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ലക്ഷറി. അത് സെറ്റാ കേട്ടോ, അത് സെറ്റാ. കമ്പോഡിയും കേട്ടോ, കമ്പോടി. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ ഒരു ഏഞ്ചലിൻ്റെ സ്റ്റാച്ചുവിന് എടുത്ത് വന്നു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് ഒരു ഐസ്ക്രീം വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങോട്ട് കയറാൻ പറ്റുമോ നോക്കട്ടെ. ക്യൂപ്പിഡാണോ? അതായത് ഞാനിവിടെ ഉണ്ടെന്ന് നീ ഓർക്കണ്ടേ. ഫാമേഡ് ഐസ്ക്രീം കിട്ടി. അവിടെ എങ്ങനെ സൂപ്പർ സാധനമല്ലേ. പിന്നെ ഞങ്ങൾ ചിക്കൻ പോപ്കോണോട് പറഞ്ഞിട്ടുണ്ട്.